പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ദാറ്റ് ഈസ് അണക്കെട്ട്. ഗുപ്തമായത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഗുപ്തമായതെന്ന് പറഞ്ഞാൽ KJV ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ വെളിച്ചത്തെ കൊണ്ടുവരുന്നു. കറണ്ട്, പവറ് വെളിച്ചമായി വരുന്നു എന്നാണ് KJV ട്രാൻസ്ലേഷൻ. എന്നാൽ ജ്ഞാനം അവിടെ കിട്ടും. വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ള ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു. അതെൻ്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നില്ല. അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുപ്പാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നില്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിന് മാറി കൊടുപ്പാറുമില്ല. പൗടത്തിൻ്റെയും പളങ്കിൻ്റെയും പേർ മുട്ടുകയേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നു. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും ഏറിയതല്ലോ. പൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവിയുടെ കണ്ണുകൾക്കും മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം നോക്കുന്നു. ആകാശത്തിൻ്റെ കീഴൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. കേട്ടോ, ദോഷമകറ്റി നടക്കുന്നത് തന്നെ വിവേകം എന്നവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ജോബിൻ്റെ പുസ്തകം ഒരു വലിയ പ്രവചന പുസ്തകമാണ്. ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു അധ്യായം ഞാൻ നിങ്ങളോട് വായിക്കാനായിട്ട് കമ്പൽസറി സജഷൻ ചെയ്യുന്നു. എല്ലാ അധ്യായങ്ങളും വായിക്കണം. 31-ാം അധ്യായം എല്ലാ പെന്തക്കോസ്തുകാരും വായിച്ചിരിക്കണം. ജോബിൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രാഗൽഭ്യം വെളിപ്പെടുത്തുന്ന അധ്യായമാണ് ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം. ഞാനത് പല പ്രാവശ്യമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പെന്തക്കോസ്തുകാരും, എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും ശാന്തമായിട്ടിരുന്ന് ഈ യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം ഒന്ന് വായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. മനോഹരമായ വചനത്തിൻ്റെ വെളിപ്പാട്, തൻ്റെ പ്രാഗൽഭ്യം വെളിപ്പെടുത്തുക. ആദ്യ അധ്യായത്തിൽ യോബിനെ യാക്കോബ് എടുത്ത് കാണിക്കുന്നുണ്ട്, ദീർഘക്ഷമയുടെ ഒരു കഥാപാത്രമായിട്ട്. അവൻ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ ഇരട്ടി കൊടുത്ത ഒരു ഭക്തനായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ ജീവിതം അത്ര സംശുദ്ധമായിരുന്നു. അത് നമ്മളെല്ലാം വായിച്ച് പഠിച്ചോണം. അപ്പം ജ്ഞാനം എവിടെ കിട്ടും? ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ജ്ഞാനം എവിടെ കിട്ടും? യഹോവ ഭക്തിയാണ് ജ്ഞാനം. ദൈവത്തോടൊരുത്തന്നെ ഒരു ഭക്തി ഉണ്ടെങ്കിൽ അവനാ ജ്ഞാനി. ഇന്നിപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞിരിക്കുക. ഭക്തന്മാരെ ഇന്നാർക്കും വേണ്ട. അവരുടെ മെസ്സേജ് ഒന്നും ആർക്കും കേൾക്കണ്ട. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രസംഗിച്ച് കൂട്ടുന്നവിടെ പ്രസംഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞങ്ങൾ ഇതാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ ദൈവം നമ്മെ വിളിച്ചു. വിളിച്ചവൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെ പരിജ്ഞാനം. ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിക്കണമെന്ന് എഫേസ്യ ലേഖനം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നൽകിയിരിക്കുക, നമുക്ക് തന്നിരിക്കുക. പലസ്തീൻ നാട്ടിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. വയലിലെ പുല്ല് പൂവ് നോക്ക്, അതൊക്കെ വളർന്നു വരുന്നുണ്ട്. ആ പറവജാതികളെക്കാൾ നിങ്ങളെത്ര വിശേഷിതയുള്ളവർ. സോളമനെ കുറിച്ച് ചേർത്ത് പഠിപ്പിക്കുക. സോളമൻ്റെ പ്രൗഢിയിൽ സോളമൻ ഉണ്ടാക്കി വെച്ച മഹത്വരമായ ദേവാലയവും അതിൻ്റെ പ്രൗഢികളും കർത്താവ് പറയുന്നു സോളമനേക്കാൾ. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച ഒരു പൂവിന് മനോഹാരിത ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പൂവിനോളം ശമയാൻ ശലോമന് കഴിഞ്ഞില്ല എന്ന് പറയുന്നേ. എന്തൊക്കെ സാരേ,
ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു പൂവിനോളം ചമയുവാൻ സോളമന്റെ പ്രൗഢിക്ക് കഴിവുണ്ടായില്ല, അല്ലെങ്കിൽ അവന് കഴിഞ്ഞില്ല. നമ്മൾ വിചാരിക്കും 10 ചക്രം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തോ ആണെന്ന്. ഒന്നുമില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ, ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ നമ്മൾ ഉള്ളതുപോലെ അനുഭവിച്ചറിയുന്നെങ്കിൽ, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരുന്നെങ്കിൽ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ സമ്പന്നരാകുന്നെങ്കിൽ, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നെങ്കിൽ, പ്രത്യാശയുടെ സമൃദ്ധി ലഭിക്കുന്നെങ്കിൽ, നമ്മളെപ്പോലെ സമ്പന്നർ ലോകത്ത് വേറെയില്ല. നമ്മളതൊക്കെ ഇപ്പൊ തിരിച്ചിട്ടിരിക്കുകയല്ലേ. ലോക മനുഷ്യന്റെ കാഴ്ചപ്പാടിലേക്ക് ഇന്നത്തെ പെന്തക്കോ സമൂഹം പോയെന്ന് ഓർക്കുമ്പോൾ ലജ്ജിക്കണം. അവരെ ഓർത്ത് തല കുനിക്കണം. ഇന്ന് പൽക്കാലം മടങ്ങി വാ, ഈ വചനത്തിലൂടെ മടങ്ങി വാ, കർത്താവിലേക്ക് മടങ്ങി വാ, ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വാ, യഥാർത്ഥ അനുഗ്രഹങ്ങളിലേക്ക് മടങ്ങി വാ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിലേക്ക് മടങ്ങി വാ. അതേ എനിക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നൽകിയിരിക്കുന്നു. അതെങ്ങനെ കിട്ടും നമുക്ക്? ആദിയിലും എൻ്റെ രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കർത്താവ് തരും. അതിനിപ്പോൾ സമയമില്ല, അതിന് സമയമില്ല മാത്രമേ. ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കാൻ നമുക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മക്കളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. മക്കളെല്ലാം വിദേശത്ത് പോയി ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടിരിക്കുക. അതൊക്കെ കൃഷി ചെയ്യണം, പണിയണം, അതിൽ നിന്ന് കാശുണ്ടാക്കണം, കൂലിക്കാർക്ക് കാശ് കൊടുക്കണം. രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ പുറകെ അങ്ങ് ഓടുക. ഓടിക്കോ, കുഴപ്പമില്ല, അവസാനം ദൈവരാജ്യം നഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കർത്താവിൻ്റെ ഒരുവിധ തൊഴിഞ്ഞു കിടക്കൂടെ. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ ദാനമായി നൽകിയിരിക്കുന്നു. അതെങ്ങനെ കിട്ടും? ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. കൂടുതൽ കിട്ടത്തില്ല, നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത 4-ാം വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വലിയ സബ്ജക്റ്റാണ് ഈ ലേഖനങ്ങൾ. തുടർമാനമായിട്ട് ഇങ്ങനെ വായിച്ച് പഠിച്ച് വന്നാൽ എല്ലാ ഉപദേശങ്ങളും നമുക്ക് കിട്ടും. പലരും അത് ചെയ്യത്തില്ല. അവിടെ നിന്നൊരു വാക്യം, ഇവിടെ നിന്നൊരു വാക്യം, മറ്റു വാക്യം, ഒക്കെ നല്ലതാണ്. പക്ഷേ ലേഖനം, ഞാൻ നേരത്തെ പറഞ്ഞു പല പ്രാവശ്യം, ഒരു ലേഖനം എഴുതുമ്പോൾ ദൈവസഭയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങളെല്ലാം അതിലുണ്ട്. അത് മുഴുവൻ വായിച്ച് പഠിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോഴേ വിശ്വാസിയും ശുശ്രൂഷനൊക്കെ നന്നാകത്തുള്ളൂ. ഇത് നന്നാതെ കിടക്കുന്നതിൻ്റെ കാര്യം എന്താ? അതാ, സങ്കീർത്തനം വായിച്ച് പാട്ടും പാടിക്കൊണ്ടിരുന്ന ദൈവസഭ ഒരിക്കലും നന്നാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ലേഖന പഠനത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം, നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന 1 കൊരിന്ത്യർ 14:37. അത് അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്നാ പറയുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവകൽപ്പനകൾ വായിച്ച് പഠിക്കുക, അതനുസരിക്കുക. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിൽ ദൈവമക്കൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ചിക്കി എടുത്ത് പഠിക്കണം. ഒരു വാഗ്ദത്തം ഞാൻ പറയാം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകി തരും. ഹല്ലേലൂയ. തീർന്നോ വാഗ്ദത്തം? ഇല്ല, പരിശുദ്ധാത്മാവിനെ നൽകി തന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞ് ആത്മാവിലുള്ള പഠനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും വിലയേറിയ മുത്തുകൾ നമ്മൾ പറക്കിയെടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഇതിലേറ്റവും വലിയ വാഗ്ദത്തങ്ങളിലൊന്ന്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് പിന്നെയും നിങ്ങൾ ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. അതൊരു വാഗ്ദത്തമല്ലേ? പുതിയ ആകാശം പുതിയ ഭൂമി. ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. അതൊരു വാഗ്ദത്തമല്ലേ? അതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? സമ്പത്തിൻ്റെ പുറകെ ഓടാതെ, മക്കളെ പഠിപ്പിക്കാൻ കിടന്ന് അക്രാന്തം കാണിക്കാതെ, ഒരു നോർമൽ പഠനമൊക്കെ കൊടുത്തിട്ട്
കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പ്രിയമുള്ളവർ, അല്ലെങ്കിൽ തൊഴിഞ്ഞു പോകും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനിയിപ്പം മയപ്പെടുത്തിയുള്ള പഠനങ്ങളൊന്നുമില്ല. കാരണം മയപ്പെടുത്തി പറയാൻ ഇവിടെ കണ്ടെയ്നർ കണക്കിന് ആൾക്കാർ കിടപ്പുണ്ട്. അതുകൊണ്ട് യാതൊരു മയവും ഇല്ല, മായവും ഇല്ല. പ്യുവർ വചനം, മായമില്ലാത്ത പാലാകുന്ന വചനം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അബ്രഹാമിനൊരു വാഗ്ദത്തം ദൈവം കൊടുത്തു. എന്താണ് ആ വാഗ്ദത്തം? ഞാൻ നിനക്കൊരു സന്തതിയെ തരുമോ. 75 വയസ്സിൽ വാഗ്ദത്തം കൊടുത്തു. 100 വയസ്സിൽ വാഗ്ദത്ത നിവൃത്തി അബ്രഹാം പ്രാപിച്ചു. അതിനെക്കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ വായിച്ച് പഠിക്കുന്നവരാരാ ഉള്ളേ? റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതിന് പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി വിവരണമാകുമെന്ന് അരുളിയിരിക്കുന്ന പോലെ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിങ്കൽ കണ്ടോ, ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനാണെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. ഇനി ഇവിടെ ഒരു മർമ്മം കിടപ്പുണ്ട്. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവന് വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു കൂടിയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമ്മുടെ മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചതിനാൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അവനൊരു കുഞ്ഞിന് വേണ്ടിയാ വാഗ്ദത്ത പ്രകാരം കാത്തിരുന്നത്. നമ്മൾ കുഞ്ഞിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയാ, സ്വർഗരാജ്യത്തിന് വേണ്ടിയാ, കർത്താവിൻ്റെ വരവിന് വേണ്ടിയാ, നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മോടുള്ള വാഗ്ദത്തം അതാ, അവനോടുള്ള വാഗ്ദത്തം അതായിരുന്നു. ഇസ്രായേൽ മക്കൾക്കൊരു വാഗ്ദത്തം കൊടുത്തു. എന്താണ്? ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ഇസ്രായേൽ മക്കളായ ആ ജനത്തെ എന്ത് ചെയ്തു? വാഗ്ദത്ത ഭൂമിയിലേക്ക് നടത്തി, കനാനിലേക്ക്. അവിടെ ചെന്നെത്തിയോ? ഇല്ല. 2 പേരൊഴികെ ബാക്കിയെല്ലാം തൊഴിഞ്ഞു പോയി. ഒരാളം തലമുറയും അവിടെ ചെന്നെത്തി. പാളയത്തിൽ വെച്ച് അല്ലെങ്കിൽ മരുഭൂമിയിൽ പിറന്നു വീണവർ, ബാക്കിയെല്ലാം പോയി. അവർക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെന്നേ. അവിശ്വാസ നിമിത്തം പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെന്നാണ് എബ്രായലേഖനം 3-ാം അധ്യായം പഠിപ്പിക്കുന്നത്. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. നാം കേട്ട സദ്വർത്തമാനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അവർ കേട്ട സദ്വർത്തമാനം മോശ മുഖാന്തരമുള്ള ന്യായപ്രമാണത്തിന്റെ അരുളപ്പാടുകൾ. ഇത് രണ്ടിന്റെ അണ്ട കൂട്ടിക്കുഴയ്ക്കരുത്, അവിയൽ പരുവത്തിലാക്കരുത്. ജനം നശിച്ചു പോകും. ഹല്ലേലൂയ. ഇന്ന് എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് കൊടുക്കുന്നത്? പ്രവചനത്തിലൂടെ കള്ളപ്രവചനം പറഞ്ഞ് വാഗ്ദത്തം കൊടുക്കുക. കുറെ കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും. ഒരു വാസു പറയുന്നത് റിയൽ എസ്റ്റേറ്റ് തരാൻ പോവുക സഭകൾക്ക്. പിന്നൊരു വാസു പറയുക മക്കളെല്ലാം വിദേശത്ത് അയക്കാൻ പോവുക. അത് വേറൊരു കള്ളപ്രവചനം, അതൊരു വാഗ്ദത്തം. ഭാഷന്മാർ തരുന്ന വാഗ്ദത്തവും നിങ്ങൾ കേൾക്കരുത്. കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും തരുന്ന വാഗ്ദത്തവും പ്രവചനങ്ങളും മാത്രമേ നമ്മൾ കേൾക്കാവൂ. യൂദായും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് ഉറപ്പിച്ചു. പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിന്. ഇന്നിപ്പോൾ ആശ്വാസം മാത്രമേ ഉള്ളൂ പ്രവചനം. ആത്മീയവർദ്ധനവും പ്രബോധനവും പോയല്ലോ. ഞാൻ പ്രവാചകന്മാരെ കശാപ്പ് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. മര്യാദയ്ക്ക് വചനം എടുത്ത് പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിക്കും. യൂദയും ശീലാസും പ്രവാചകന്മാരാ. അവർ പല വചനങ്ങളെ കൊണ്ട് പറഞ്ഞു ഉറപ്പിച്ചു. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങൾ പ്രാവചനിക ഭാഷയിൽ സഭയെ ഉറപ്പിക്കുക വചനം കൊണ്ട്. അതാ പ്രവചനം. അല്ല മോനെ മോളെ എന്നുള്ള വിളി കൊണ്ടൊന്നുമല്ല പ്രവചനം. മോനെ മോളെ എന്നുള്ള വിളി ലൂക്കോസ് 16 ധനവാൻ കിടപ്പുണ്ട്. അവനെ എന്താ വിളിച്ചത് ദൈവം? ധനവാനെ ദൈവം എന്താ വിളിച്ചത്? മകനെ മകനെ. വല്ല ഗുണമുണ്ടോ? വെള്ളം കിട്ടിയോ? ചൂട് കുറഞ്ഞോ?
യാതനാ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിയോ? ഒരു രക്ഷയില്ല. അതുപോലെ ഇന്നത്തെ പ്രവാചകന്മാരുടെ ഈ മകനെ വിളി നിർത്തിക്കോണം. നാശത്തിലേക്ക് പോകാൻ വേറെ വഴിയൊന്നും വേണ്ട. പ്രവചിച്ച് കേരളക്കരയിലെ വിശ്വാസികളെ നശിപ്പിച്ചിട്ടിരിക്കുക. ഞാനൊരിക്കൽ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ഇന്റർനാഷണൽ ചർച്ചിന്റെ പാസ്റ്ററിന്റെ വീട്ടിന് മുമ്പിൽ ഭയങ്കര ജനം. ഞാൻ ചോദിച്ചു, എന്താ? അത് പ്രവാചകൻ ധർമ്മക്കണ്ണൻ വരുന്നു. അദ്ദേഹം മരിച്ചുപോയി. നല്ല പ്യുവർ വചനം പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല. പ്രവാചകൻ വരണം എന്ന് പറഞ്ഞ ഈയൽ പോലെ കൂടുക. ആ പുള്ളിയുടെ മക്കളും മരുമക്കളും കൊച്ചുകുട്ടികളെല്ലാം വലിയ കോടീശ്വരന്മാരായി ജീവിക്കുക. അല്ല, പ്രവചനം പറഞ്ഞവരെ അങ്ങ് സമ്പന്നരാക്കി. ആർക്കും ദൈവരാജ്യത്ത് പോണ്ടല്ലോ, കർത്താവിൻ്റെ ഒരു പോണ്ടല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിഷയം കയറി വന്നുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള വാഗ്ദത്തങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ പണം കിട്ടാമെന്നും ഇവിടെ കോടീശ്വരനാക്കാമെന്നും ഒന്നും ആരും ചിന്തിക്കേണ്ട. ഇവിടുത്തെ സകലതും തീരാൻ പോവുക. ഭൗതിക അനുഗ്രഹമാണ് ദൈവാനുഗ്രഹമെങ്കിൽ ഇന്ന് കാണുന്നതിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാരും മുസ്ലിം രാഷ്ട്രങ്ങളിലെ രാജാക്കന്മാരും അല്ലെങ്കിൽ സ്വന്തം അവരെ രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്മാരുമാണ് മുസ്ലിങ്ങളാ. കോടിക്കണക്കിനുണ്ട്. സ്വത്രം. ആ ധനം കൊണ്ട് അവർ എന്നെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുക ചെയ്യുന്നേ. ഹമാസിൻ്റെ ഒരു മകള്, ഹമാസിൽ തലവൻ്റെ ഒരു മോള് പറഞ്ഞു, മുസ്ലിങ്ങൾ ഞങ്ങൾ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കൊല്ലണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. കർത്താവ് സ്വപ്നത്തിൽ എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു. അതാ എൻ്റെ മാർഗമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ ഒരു മകളായി തീർന്നു. അത് കേട്ടപ്പോൾ ഫോണിലുണ്ടത്. അത് ഞാൻ സ്വതന്ത്രം അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. 30-30 വയസ്സുള്ള ഒരു സഹോദരി മനോഹരമായ നിലയിൽ യേശുവിൻ്റെ സാക്ഷ്യം പറയുന്നു. അതുപോലെ ഹാമാസ് ലീഡറിൻ്റെ ഒരു മകനും, അദ്ദേഹം ഇപ്പോൾ സ്വത്രം ലണ്ടനിലുണ്ട്. അദ്ദേഹം കർത്താവിനെ കണ്ടെത്തിയപ്പോഴാണ് മനസ്സിലായത്, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് പിടായിരുന്നു. മറ്റതങ്ങനെ മൃഗത്തെ പോലെ കൊന്നു തിന്നായിരുന്നു. മനുഷ്യനെ കൊല്ലുക. കേരളക്കരയിലും ഇത്രയും പേര് 58 വെട്ടിയിട്ടും പിന്നെയും വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. സ്വത്രം. ഇതെന്ത് സംവിധാനമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവമക്കളെ, ഇതൊക്കെ സാത്താൻ്റെ ഏജന്റുകളാണെന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ പാർട്ടികളും ഇവിടുത്തെ മതങ്ങളൊക്കെ സാത്താൻ കൈകാര്യം ചെയ്യുക. നമ്മളത് മനസ്സിലാക്കി കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്. ഹല്ലേലൂയ. രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന പൊളിറ്റിക് ലീഡേഴ്സ്, രക്തദാഹികൾ. ഇത് ഏത് ആത്മാവാണ് ഇതിന്റെ പിന്നിൽ? സാത്താൻ്റെ ആത്മാവ്. ആ മുസ്ലിം കൊച്ചു പറയുക, ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവിനോട് പറഞ്ഞെന്ന്. ഇത് കേട്ടിട്ടെങ്കിലും നാണം വെക്കട്ടെ ഈ വർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത് എന്താണ്? സ്വർഗരാജ്യം, ദൈവരാജ്യം, പുതിയ ആകാശം, പുതിയ ഭൂമി, രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച. അതാണ് നമുക്ക് പുസ്തകത്തിലൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവൻ നമുക്ക് വിലയേറിയതും അതിഭക്തമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് ഞാൻ മുമ്പോട്ട് പോവാം. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. ചിന്തിക്കുക ദൈവമക്കളെ, അവൻ നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ഇവയാൽ, ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. സർക്കസ് കൂടാരത്തിൽ ചെന്നാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. എന്താണെന്നറിയാം? നിങ്ങളെ മോഹിപ്പിക്കുന്ന പലതും ഉണ്ട്. ഒരു പെണ്ണ് ബൈക്കിലൂടെ ഇങ്ങനെ റിങ്ങിക്കൂടെ കറങ്ങുന്നു, പിന്നെ സിംഹത്തിനെ ആയിട്ട് കളിപ്പിക്കുന്നു, ആനയുമായിട്ട് കളിക്കുന്നു, ആന ക്രിക്കറ്റ് കളിക്കുന്നു. സർക്കസ് കൂടാരത്തിൻ്റെ പല 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 വിങ്ങികളിൽ പല പല ചപ്പട് വിദ്യകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഫോറിൻ സിഗരറ്റ് വെച്ചിട്ട് ഒരു 5 റിങ് തരും. അത് 50 രൂപ കൊടുത്താൽ 5 റിങ് ഒരാഴ്ച മുഴുവൻ കിടന്ന് എറിഞ്ഞാലും ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ വല്ലപ്പോഴും കിട്ടിയാലായി. എറിഞ്ഞ് നമ്മുടെ കയ്യിലെ കാശ് മുഴുവൻ അവൻ്റെ പോക്കറ്റിലേക്ക് പോവുക ചെയ്യും. അതൊരു തട്ടിപ്പാണ്.
അതുപോലെ റിബൺ ഇങ്ങനെ ചുരുട്ടിയിട്ട് കുത്താൻ പറയും. നമ്മൾ എത്ര കുത്തിയാലും റിബണിൻ്റെ വെളിയിൽ പോള് കുത്തും. അതിലും അവന് ഉടായ്പ കാണിച്ചു വെച്ചിരിക്കുക. അങ്ങനെ കാശ് കളയാൻ വേണ്ടുന്ന, കാശ് അടിച്ചു മാറ്റാൻ വേണ്ടുന്ന സംവിധാനമാണ് സർക്കസ്. അതുപോലെ ഇന്ന് ദൈവസഭകളിൽ സാത്താൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പലരെയും. ഭൗതികം അടിച്ചു മാറ്റാനും ഭൗതികത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളല്ല പലവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിത്യജീവന്റെ വചനങ്ങൾ പ്രസംഗിച്ച് ജനത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ പലരും ഒരു ചെറു വിരല് പോലും അനക്കുന്നില്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്ന എന്തിനാ വന്നേ? ഈ ഭൂമിയിൽ വന്ന എന്തിനാ കർത്താവ് വന്നത്? നിത്യജീവൻ തരാനാ. നിനക്ക് കോടിക്കണക്കിന് സമ്പത്ത് തരാനല്ല കർത്താവ് വന്നത്. സമ്പത്ത് കൊണ്ടുവന്നവനോട് കളഞ്ഞിട്ട് പുറകെ വരാനാ പറഞ്ഞ കർത്താവ്. ഈ മർമ്മം എന്താ മനസ്സിലാക്കാത്ത? ആദാമ്യ പാപത്തിൽ നിന്ന് തന്റെ ജഡശരീരത്തിലൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നിത്യ നരകത്തിൽ പോകേണ്ടുന്ന മനുഷ്യനെ നിത്യ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ ആണ് യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുതുവഴി നമുക്ക് നൽകി തന്നത്. ആ പുതുവഴിയെ ഇന്നത്തെ പാസ്റ്റർമാർ വലിച്ചു നീട്ടി വിശാലമായ വഴിയാക്കി വെച്ചിരിക്കുക. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ ഒരാൾ. ഇപ്പോഴത്തെ വഴി മുഴുവൻ ഏതായി? വിശാലമായ വഴിയായി. എങ്ങനെയും ജീവിച്ച ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കുഴപ്പമുണ്ടെന്ന് തന്നെ പറയും, അക്കരെ ചെല്ലത്തില്ലെന്ന് തന്നെ പറയും. വിവാഹബന്ധം പോലും കാറ്റിപ്പുറത്തി പോകുന്നവരല്ലേ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം. എത്ര എന്നിട്ട് കിടന്ന് വാതോരാതെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോഴോ ഹല്ലേലൂയ. കുടുംബബന്ധം തകർന്ന് തരിപ്പണമായവർ എത്ര പേര് പുസ്തകം എടുത്ത് നിന്ന് കാറിക്കിടന്ന് പ്രസംഗിക്കുന്നു. ഞങ്ങളുടെ ചർച്ചില് ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം അസോസിയേഷൻ പാസ്റ്റർമാർ വ്യഭിചാരം ചെയ്യുന്നവരാണെന്ന് പരസ്യമായി വിളിച്ചു പറയാനായിട്ട് ഒരു യുവ പാസ്റ്ററിന് മനസ്സ് വന്നെന്ന് ഓർക്കുമ്പോൾ ആ മനുഷ്യനെ ഓർത്ത് ഞാൻ കരയുക, തലകുനിക്കുക. എന്താ ദൈവമക്കളെ ഇത്? ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പനെന്ന് പൗത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇവിടെ അശുദ്ധി കിടന്ന് തലകുത്തി മറിയുക. ഇവർക്ക് സ്വർഗരാജ്യം കിട്ടുമോ? സ്വർഗരാജ്യം, ദൈവരാജ്യം, രൂപാന്തര ശരീരം, ഇതൊക്കെയല്ലേ നമ്മുടെ കൺസെപ്റ്റ്, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് പോകാൻ തടസ്സമായി വരുന്ന എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായി വരുന്ന ഏത് വിഷയങ്ങളെയും ക്രമീകരിച്ച് മുൻപോട്ട് പോയില്ലെങ്കിൽ നിത്യത നഷ്ടമാകുമെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഹല്ലേലൂയ. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, സർക്കസ് കൂടാരത്തിൽ മനുഷ്യനെ മോഹിപ്പിക്കുന്ന പലതും ചെയ്തു വെച്ചേക്കുന്ന പോലെ സാത്താൻ ഈ ലോകം ഒരു വലിയ സർക്കസ് കൂടാരമായിട്ട് ഞാനങ്ങ് പറയുക. ഇവിടെ വിശ്വാസികളെയും പാസ്റ്റർമാരെയും തകർത്ത് തരിപ്പണമാക്കാൻ അവൻ പല ചെപ്പടി വിദ്യകളും ചെയ്തു വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു കൊള്ളുക. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. ഈ പാർട്ടികൾ നമ്മുടെ നിത്യത നഷ്ടമാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. ഇവരുടെ ലക്ഷ്യം പണമാണ്, ഇവരുടെ ലക്ഷ്യം കസേരയാണ്, ഇവരുടെ ലക്ഷ്യം ഷൈൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മെ മോഹിപ്പിക്കുന്ന പലതുണ്ട് പ്രിയമുള്ളവരെ. യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപം എടുത്തിട്ട് മരണത്തെ പറഞ്ഞു. മോഹം നമ്മുടെ ഉള്ളിൽ കയറിയാൽ അത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ എന്തോ പറ്റും? ആ പാപത്തിലേക്ക് ആ മോഹം നമ്മളെ കൊണ്ടെത്തിക്കും. സാത്താൻ നമ്മളെ കൊണ്ട് ചാടി. അന്യായമായൊരു മോഹം ഹൃദയത്തിൽ വരുമ്പോൾ ഉടനെ ദൈവകൃപയിൽ ശരണപ്പെട്ട ആ മോഹത്തെ ശാസിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ അത് പണമായിരിക്കാം, ഒരുപക്ഷെ മറ്റു പലതുമായിരിക്കാം. ഡോക്ടർ മുരളീധരൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നൊക്കെ അങ്ങ് പറയുക. അദ്ദേഹത്തിനൊരു പാസ്റ്റർ അറിയാം. ആ പാസ്റ്റർ ഒരു നല്ല കാർ വാങ്ങി വെക്കും. ആ
എന്നിട്ട് ആ കാറിൻ്റെ 6 മാസം കഴിയുമ്പോൾ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ഈ പഴയത് വിറ്റിട്ട് ആ പുതിയ മോഡൽ മേടിക്കുക. അത് കഴിഞ്ഞ് 6 മാസം 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പുതിയ മോഡൽ വരുമ്പോൾ ഇത് വിറ്റ് മേടിക്കുക. അപ്പോൾ പാസ്റ്ററിൻ്റെ മോഹം ഇതിലിരിക്കുക, കാറിലിരിക്കുക. ആ പുള്ളി എന്നാ ഉപദേശം പറയാനാ? വേറെ വല്ല തൊഴിലെടുത്ത് ജീവിക്കാനുള്ളതിന് പകരം വിശ്വാസികളെ കൂടി നാശിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി. പാസ്റ്റർമാരാണെങ്കിലോ ആരാണെങ്കിലും നമുക്ക് മോഹങ്ങളൊക്കെ ഹൃദയത്തിൽ വരും. എനിക്ക് നിങ്ങൾ മോഹം വരും. നമ്മുടെ മോഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ റോമാലേഖനത്തിൽ മോഹത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞൊരു വാക്യം പറഞ്ഞേ? എന്താ പറഞ്ഞേ പാസ്റ്റർമേ? ഒരു സമ്മാനം തരാം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്യണം? ക്രൂശിക്കണം. എല്ലാത്തിലും ആയിക്കോട്ടെ. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടി ക്രൂശിച്ചിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിലുണ്ട് മോഹത്തെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ആ പറയാതിരിക്കാൻ പറ്റുമോ? നമുക്ക് പറയണമല്ലോ. അതെ, റോമാലേഖനം 6-ാം അധ്യായം 12-13. ആകയാൽ പാപം നിങ്ങളുടെ പ്രത്യശരീരങ്ങളെ എൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. മോഹങ്ങളെ പാലൂട്ടി വളർത്തരുത് പാസ്റ്ററെ. ഞാൻ എന്നോട് തന്നെ പറയുക, ഞാൻ നിങ്ങളോടും പറയുക. മോഹം ഗർഭം ധരിച്ചാൽ അത് 9 മാസം കഴിയുമ്പോൾ സ്ത്രീകൾ പ്രസവിക്കുന്ന പോലെ നിന്റെ ഹൃദയത്തിൽ സാത്താൻ കയറ്റിവിട്ടിരിക്കുന്ന മോഹം അത് പാപത്തെ പ്രസവിക്കും. അതോടെ നിന്റെ ചീട്ട് കീറും. അങ്ങനെ ചീട്ട് കീറിയ പാസ്റ്റർമാരെയും വിശ്വാസികളുടെയും ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മീയ കോളത്തിൽ, പോർക്കളത്തിൽ വീട് പട്ടുപോയ അനേക ഭക്തന്മാരുടെ മുഖം എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നു. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ആ ഗതി വളരുത്. അതിനായി പ്രസംഗിക്കുന്നത്. ഒരു പഴയ കാറ് അത് കേടായത് കൊണ്ടൊരു പുതിയത് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കിട്ടിയാലായി, കിട്ടിയില്ലേലായി. അതിൻ്റെ പുറകെ കിടന്ന് അക്രാന്തമൊന്നും കാണിക്കുന്നില്ല. ശ്രമിക്കും, പരാജയപ്പെടുകയും പോട്ടെന്ന് വെക്കും. അല്ല എന്താ? 65,000 രൂപയുടെ കാറ് മേടിച്ചതിന് ഒരു സീനിയർ പാസ്റ്റർ എന്നെ പറയാനൊന്നുമില്ല. കാരണം പുള്ളി കോടീശ്വരനാ, ഞാൻ അതുപോലെ ആകണമെന്നാ. നമ്മൾ ആത്മീയ സമ്പത്തുള്ളവരാണെന്ന് ഈ വെളിവ് കേട്ട് ഉപദേശിക്ക് മനസ്സിലാകണ്ടേ? ഇപ്പം ഞാനെന്ത് ചെയ്യാൻ? ഹല്ലേലൂയ. നമുക്കുള്ളത് ആത്മീക സമ്പത്താണെന്നേ, ഭൗതികം അല്ലെന്നേ. അത് ഉണ്ണാനും ഉടുപ്പാനും ജീവിക്കാനുണ്ടെങ്കിൽ മതി. ദാവീദ് പറഞ്ഞ പോലെ, ഒന്നുമില്ലാത്തവനായി വല്ലവൻ്റെയും മോഷ്ടിച്ച് ഞാൻ കള്ളനായി തീരാതെ, ഒത്തിരി സമ്പത്ത് കിട്ടിയിട്ട് ദൈവത്തെ ആരെന്ന് പറഞ്ഞ് നിഷേധിക്കാതെ, ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു. പെന്തക്കോസ്തുകാർക്ക് ഇത് 3 ഉണ്ടെന്ന് എൻ്റെ ചിന്ത. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗർവെല്ലാം മാറ്റിക്കളയണം. പ്രശംസ കർത്താവിലായിരിക്കണം. ജ്ഞാനതൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ ദൈവമായ കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നത് കൃപയിലേക്ക് നടത്തി. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവന്നു. അവനാ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകമെന്നിലേക്ക് വരാൻ പാടില്ല, ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. എത്ര മനോഹരമായ വചനം! അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മളെ ദൈവഗുരുവിലേക്ക് നടത്തട്ടെ, തികഞ്ഞ ആത്മീയ അനുഭവത്തിലേക്ക് നടത്തട്ടെ. സ്തോത്രം. ജീവനും ഭക്തിയും വേണ്ടതൊക്കെ ദാനമായി നൽകിയിരിക്കുന്നല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയത് മതിഭക്തമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. ലോകത്തെ നമ്മളെ മോഹിപ്പിക്കുന്ന പലതുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സർക്കസ് കൂടാരത്തിൽ പലതും ഒളിച്ചു വെച്ചിട്ടുണ്ടവർ, മനുഷ്യൻ്റെ കാശടിച്ചു മാറ്റാൻ. അതുപോലെ ഈ ലോകമാകുന്ന വലിയ സമുദ്രത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൽ ഭക്തന്മാരെ വീഴിച്ചു കളയുവാൻ പഴയ നിയമത്തിലെ ഒരു കരുത്തനായ ഒരു ഭക്തനുണ്ടായിരുന്നു. ആരാ? ശിംശോൻ. ലോകമാകുന്ന ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി. അങ്ങനെയുള്ള പ്രസംഗമൊന്നും നിന്നില്ല. ലോകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാ പ്രസംഗിക്കാനാ? ലോകമാകുന്ന ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി കരുത്തനായ ശിംശോന്റെ ശക്തി ചോർത്തിക്കളഞ്ഞു. ഇന്നും ലോകസ്നേഹം അനേക ഭക്തന്മാരുടെ ശക്തിയെ ചോർത്തിക്കളഞ്ഞു. ഇഷ്ടംപോലെ പേരുടെ പേരെടുത്ത് പറയാനുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ആ ഗതികേട് വരല്ലേ ദൈവമേ. ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദലീല
എന്നത് ലോകത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ ലോകത്ത് കിടന്നുറങ്ങുക. കരുത്തനായ ശിംശോൻ, കട്ടള പറിച്ചെടുത്തവൻ, ഇസ്രയേൽ മക്കൾക്കെതിരെ നിൽക്കുന്ന ശത്രുസേനയെ തകർക്കാൻ കെൽപ്പുള്ളവൻ, ആ ചാകാൻ നേരത്തെ തന്നെ 3000 കൊണ്ടാണെന്ന് പോയെന്നാ പറയുന്നത്. ഇത്രയും 1000 സ്തോത്രം. നമുക്കതറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. കഥയായിട്ടൊന്നും പറഞ്ഞു കിടന്ന് സന്തോഷിക്കേണ്ട കാര്യമില്ല. അത് ശിംശോന്റെ ചീട്ട് കീറിയെന്നങ്ങ് ചിന്തിച്ചാൽ മതി. എൻ്റെ നിന്റെ ചീട്ട് കീറാതിരിക്കാൻ ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം, വിട്ടൊഴിയണം, വിട്ടൊഴിയണം. പിശാച് പല കാര്യങ്ങളെയും നമ്മളിൽ മോഹിപ്പിക്കും. ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരു പാസ്റ്റർ, ഒരു സഹോദരൻ നമ്മളോട് പറഞ്ഞാൽ പിന്നെ മോഹം അതിലേക്കായി. എനിക്ക് കിട്ടിയ 1-2 ചാൻസുകൾ ഞാൻ തട്ടിക്കളഞ്ഞു. കാരണം അത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമല്ലെന്ന് മനസ്സിലായി. എൻ്റെ ഉള്ള വിശ്വാസവും പ്രത്യാശയും എല്ലാം പോയി. അവസാനം ഞാൻ നാശിച്ച നാമാവിശേഷമാകും. ദൈവം അയക്കുന്നെങ്കിൽ പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഞാനതിനെതിരല്ല. അത് കർത്താവ് അയക്കുന്നതായിട്ട് ബോധ്യപ്പെടണം. ക്യാപ്റ്റൻ ശമോല് പറഞ്ഞ പോലെ ബോധ്യമാകണം നമ്മുടെ ഹൃദയത്തിൽ. അല്ലാതെ പോയിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് എല്ലാവിധ മോഹങ്ങളെയും ജയിക്കുന്നവരായി തീരണം ദൈവത്തിൻ്റെ മക്കൾ. ഒരു കാർ കാണുമ്പോൾ അതിലൊന്നും ആശ്രയിക്കരുത്. ഒരു വീട് കാണുമ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടിയാൽ വേണ്ട. ചെറ്റക്കുടിലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിച്ച് അക്കരെ പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. അല്ലെങ്കിൽ പിശാച് നിന്റെ ചീട്ട് കീറിക്കളയും. വീടോട് വീട് കൂട്ടുന്നവനും വയലോട് വയൽ കൂട്ടുന്നവനും അയ്യോ കഷ്ടം. എനിക്കറിയാം പല പ്രിയപ്പെട്ടവരും വീടോട് വീട് കൂട്ടിക്കൊണ്ടിരിക്കുക, വയലോട് വയൽ കൂട്ടിക്കൊണ്ടിരിക്കുക. അയ്യോ കഷ്ടം. അവരോർത്ത് നമുക്ക് കരയാം. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിന്ന് മറ്റു ഗഹനമായ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ ലോകത്തിൽ മോഹത്തുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. കർത്താവിന്റെ ദിവ്യ സ്വഭാവം, കർത്താവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഭാവം. 1 പത്രോസിന്റെ ലേഖനത്തിൽ സ്വത്രം ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം എടുത്തേ. വളരെ ഗഹനമായൊരു പഠനമാണ്. ഞാൻ മുമ്പ് ഇഷ്ടംപോലെ അത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ വിഷയം കയറി വന്നുകൊണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. 2:5. ഇവിടെ 2 പത്രോസ് 1:4 വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ലോകത്തിന് മോഹത്തോടെ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ഇവിടെ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാലാണ് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നത്. അല്ലാതെ ഒന്നും പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകത്തില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. വചനം പഠിച്ച് ജീവിച്ച് 3 കാര്യങ്ങൾ പ്രാപിച്ചെടുക്കണം. അതാണ് അപ്പോസ്തലോസ്യം എന്ന് പറഞ്ഞത്. അപ്പോസ്തലോസ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചാള പിടിച്ച് കിടന്നവർ, മീൻ പിടിച്ച് കിടന്നവർ എഴുതി തന്നേക്കുന്ന വചനം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇന്ന്. പത്രോസ് എഴുതിയ വചനം ഗ്രഹിക്കുന്ന എത്ര പാസ്റ്റർമാരുണ്ടെന്ന് ഭൂമിയിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പത്രോസിന് എഴുതാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ട് വേറൊരു സഹോദരനെ കൊണ്ട് എഴുതിച്ചെന്നാണ് ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ നമ്മൾ അവസാനത്തെ ഭാഗത്ത്? പത്രോസിന്റെ ലേഖനം അവസാനം വായിച്ചില്ലേ? ഒന്നാം ലേഖനത്തിലാവുള്ളത്. പത്രോസിന്റെ 1-ാം ലേഖനത്തിലെ ഈ ലേഖനം എഴുതിയത് ആരാണ്? നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ നിരൂപിക്കുന്ന സിലനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ലേഖനം എഴുതാൻ പോലുള്ള പ്രാപ്തിയില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുത്തനായ അപ്പോസ്തലൻ
ഒന്നാമത്തെ അപ്പോസ്തലൻ. രണ്ടാമനാണ് പൗലോസ് വരുന്നത്. യേശുക്രിസ്തു നേരിട്ടാക്കി വെച്ച അപ്പോസ്തലൻ. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ 3 പ്രാവശ്യം നേരിട്ടാക്കി വെച്ചവനാണ്, കർത്താവാക്കി വെച്ചവനാ പത്രോസ്. അത്ഭുതങ്ങളുടെ ശുശ്രൂഷകാരനായിരുന്നു പത്രോസ്. പത്രോസ് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, പാസ്റ്റർ ഉറുമാലൊന്നും കൊണ്ടൊന്നും വേദത്തിടണ്ട. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ ഷാഡോ തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. അതാ പത്രോസിൻ്റെ ആത്മീക നിലവാരം. ഹല്ലേലൂയ. അത്ര കരുത്തനായ മനുഷ്യന് ലോകത്തിൻ്റെ ജ്ഞാനമില്ലായിരുന്നു എന്നോർത്തോണം. ലോകജ്ഞാനം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന കരുത്തന്മാരായ പാസ്റ്റർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ഈ ലോകജ്ഞാനം ദൈവത്തോട് ശത്രുത്വമാണ്.